ഹലോ ഗൈസ്, 100 ഡേയ്സ് ഓഫ് ചാലഞ്ചിൻ്റെ 76th ഡേ ആണ് ഇന്ന്. ഫസ്റ്റ് വർക്കൗട്ട് ലാക്ക് കേബിൾ ലാറ്റ് പുൾ ഡൗൺ ആണ്. 4 സെറ്റ് 10 മുതൽ 15 റെപ്പറ്റീഷൻ വരെ ക്ലോസ് ടു ഫെയിലിയർ ചെയ്യുക. 7 വർക്കൗട്ട് ചാർട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വർക്കൗട്ട് കേബിൾ ലാറ്റ് പുൾ ഡൗൺ ആണ്. 4 സെറ്റ് 10 മുതൽ 15 റെപ്പറ്റീഷൻ ക്ലോസ് ടു ഫെയിലിയർ. ലൈറ്റ് വെയിറ്റ് സ്റ്റാർട്ട് ചെയ്യുക, ഹെവി വെയിറ്റ് വരെ പോവുക. സപ്പോർട്ടിന് ആളില്ലാത്തതുകൊണ്ടാണ്. ഇപ്പം കട്ട് ചെയ്യുന്നതുകൊണ്ട് ഒത്തിരി ക്രൗഡുള്ള സമയത്ത് വർക്കൗട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അല്ലാതെ വർക്കൗട്ട് ചെയ്യുവാണ്. നമുക്ക് മൂഡ് സ്വിങ്സ് വരുന്നുണ്ട്. രണ്ടാമത്തെ വർക്കൗട്ട് റോപ്പ് സ്ട്രൈറ്റ് ആം പുൾ ഡൗൺ ആണ്. 4 സെറ്റ് 10 മുതൽ 15 റെപ്പറ്റീഷൻ വരെ ക്ലോസ് ടു ഫെയിലിയർ. ലൈറ്റ് വെയിറ്റ് സ്റ്റാർട്ട് ചെയ്യുക. 4 സെറ്റ് റോപ്പ് സ്ട്രൈറ്റ് ആം പുൾ ഡൗൺ ആണ്. 4 സെറ്റ് 10 മുതൽ 15 റെപ്പറ്റീഷൻ വരെ ക്ലോസ് ടു ഫെയിലിയർ. ലൈറ്റ് വെയിറ്റ് സ്റ്റാർട്ട് ചെയ്യുക, ഹെവി വെയിറ്റ് വരെ പോവുക. കറക്റ്റ് പൊസിഷൻ ആയിരിക്കണം. നല്ല രീതിയിൽ വിങ്സിന് എൻഗേജ് ചെയ്ത് ബാക്കിന് എൻഗേജ് ചെയ്ത് വിടുക. അത് കഴിഞ്ഞുള്ള വർക്കൗട്ട് സിംഗിൾ ആം ഹൈ റോ മെഷീൻ ആണ്. 4 സെറ്റ് 10 മുതൽ 15 റെപ്പറ്റീഷൻ പിന്നെ ക്ലോസ് ടു ഫെയിലിയർ. ലൈറ്റ് വെയിറ്റ് സ്റ്റാർട്ട് ചെയ്യുക, സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് ചെയ്യുക. നല്ല ഇമ്പാക്റ്റ് ഉണ്ടാവും. നല്ല രീതിയിൽ മസിൽ എൻഗേജ് ചെയ്ത് വർക്കൗട്ട് ചെയ്യുക. ഫോക്കസ് ആയിരിക്കണം, മസിൽ കണക്ഷൻ ഉണ്ടായിരിക്കണം. അത് കഴിഞ്ഞിട്ടുള്ള വർക്കൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ലെഫ്റ്റ് ഹാൻഡിന് 10 റെപ്പറ്റീഷൻ ആണെങ്കിൽ 12 റെപ്പറ്റീഷനാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ റൈറ്റ് ഹാൻഡിന് അതേ സെയിം കൗണ്ട് തന്നെ കൊടുക്കുക. അത് കഴിഞ്ഞിട്ടുള്ള വർക്കൗട്ട് നാലാമത്തെ വർക്കൗട്ട് ബെൻഡ് ഓവർ വി ബാർ റോ ആണ്. അതും 4 സെറ്റ് 10 മുതൽ 15 റെപ്പറ്റീഷൻ വരെ ക്ലോസ് ടു ഫെയിലിയർ ആണ് ചെയ്യേണ്ടത്. ലൈറ്റ് വെയിറ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യുക, ഹെവി വെയിറ്റിലോട്ട് പോവുക. ഇപ്പം ഞാനിതിന് ലെഫ്റ്റിന് 10 കൊണ്ട് കൊടുത്തെങ്കിൽ റൈറ്റിന് കറക്റ്റ് 10 കൊണ്ട് തന്നെ കൊടുക്കണം. അത് കഴിയുമ്പോഴത്തേക്കിന് നല്ല റിസൾട്ട് ഉണ്ടാവും. റിസൾട്ട് ഉണ്ട്, പറഞ്ഞതേ ഉള്ളൂ. വർക്കൗട്ടുകൾ കറക്റ്റായിട്ടാണ് ചെയ്തു പോകുന്നതെങ്കിൽ നമുക്ക് നല്ല റിസൾട്ടും വരും. പിന്നെ ഫുഡും കാര്യങ്ങളും ഒക്കെ കറക്റ്റായിട്ട് എടുക്കുക. ഡയറ്റ് എടുക്കുന്നുള്ളൊരു ഡയറ്റ് കറക്റ്റായിട്ട് എടുക്കുക. ഇച്ചിരി ഡിഫിക്കൽട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്ന ഒരു ടൈം പീരീഡ്. നമ്മൾ മൂഡ് സ്വിങ്സിനൊക്കെ ഭയങ്കരമായിട്ട് ഹാൻഡിൽ ചെയ്യും, ബാധിക്കുകയൊക്കെ ചെയ്യും. പിന്നെ മാക്സിമം ഒറ്റയ്ക്ക് നിന്ന് വർക്കൗട്ട് ചെയ്യാൻ നോക്കുക, പാട്ട് കേട്ട് എല്ലാവരും ചെയ്യുക. അത് കഴിഞ്ഞ് ബെൻഡ് ഓവർ റോ വി ബാർ റോ ആണ്. 4 സെറ്റ് 10 മുതൽ 15 റെപ്പറ്റീഷൻ വരെ ക്ലോസ് ടു ഫെയിലിയർ. അത് കഴിഞ്ഞ് സീറ്റഡ് അപ്പർ ബാക്ക് റോ ആണ്. 4 സെറ്റ് 10 മുതൽ 12 റെപ്പറ്റീഷൻ വരെ ക്ലോസ് ടു ഫെയിലിയർ. 12 അല്ലെങ്കിൽ 15 റെപ്പറ്റീഷൻ, ബിറ്റ്വീൻ 12 and 15 അങ്ങനെയാണ് നമ്മൾ വർക്കൗട്ട് കൊടുക്കേണ്ടത്. നല്ല രീതിയിൽ എൻഗേജ് ചെയ്യുക, ഫോക്കസ്ഡ് ആയിട്ട് കൊടുക്കുക. ചെറിയ മൂവ്മെൻറ്റ് കൊടുത്താൽ പോലും നമുക്ക് വർക്കൗട്ട് നമുക്കൊരു ഷേപ്പായി കഴിയുമ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള പമ്പ് കിട്ടും. അത് കഴിഞ്ഞിട്ട് സിംഗിൾ ആം ഡബിൾ ഡ്രോ ആണ്. 4 സെറ്റ് 10 മുതൽ 15 റെപ്പറ്റീഷൻ വരെ ക്ലോസ് ടു ഫെയിലിയർ. ലൈറ്റ് വെയിറ്റ് സ്റ്റാർട്ട് ചെയ്യുക. ലൈറ്റ് വെയിറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് റൈറ്റ് ഹാൻഡിന് എത്ര കൗണ്ടാണോ അതേ സെയിം കൗണ്ട് ലെഫ്റ്റ് ഹാൻഡിനും കൊടുക്കുക. നല്ല രീതിയിൽ അവിടെ റിസൾട്ട് ഉണ്ടാവും. 6 വർക്കൗട്ട് കംപ്ലീറ്റ് ചെയ്തു. 7ാമത്തെ വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ സ്മിത്ത് മെഷീൻ ബെൻഡ് ഓവർ റോ ആണ്. അത് 4 സെറ്റ് 10 മുതൽ 15 റെപ്പറ്റീഷൻ വരെ ക്ലോസ് ടു ഫെയിലിയർ ആണ്. ഇത് റൈറ്റ് ഹാൻഡിന് കൊടുത്തു, ലെഫ്റ്റ് ഹാൻഡിന് സെയിം കൗണ്ടിന് കൊടുക്കുക. 50 ആയിരിക്കണം കൊടുക്കേണ്ടത്. ലൈറ്റ് വെയിറ്റ് സ്റ്റാർട്ട് ചെയ്യുക. എനിക്ക് എൽബോയ്ക്ക് ചെറിയ ഇഞ്ചുറി ഉണ്ട്, ഷോൾഡറിന് ചെറിയൊരു ഇഞ്ചുറി ഉണ്ട്. അതുകൊണ്ട് ഓവർ വെയിറ്റ് എടുക്കാൻ പറ്റാതെ എടുത്ത് കഴിയുമ്പോൾ പെയിൻ ഉണ്ട്. പിന്നെ മൂവ്മെൻറ്റ് കൊടുക്കുന്നതുകൊണ്ടാണ് റിസൾട്ട് വരുന്നത്. റിസൾട്ട് എല്ലാവരും പമ്പ് ചെയ്ത് നിർത്തുക എന്നുള്ളതേ ഉള്ളൂ. 7ാമത്തെ വർക്കൗട്ട് സ്മിത്ത് മെഷീൻ ബെൻഡ് ഓവർ റോ ആണ്. 4 സെറ്റ് 10 മുതൽ 15 റെപ്പറ്റീഷൻ വരെ ക്ലോസ് ടു ഫെയിലിയർ. ലൈറ്റ് വെയിറ്റ് സ്റ്റാർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അടുത്തൊരു വീഡിയോ നാളെ കാണാം. ബൈ.